വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന അതേ ടേസ്റ്റ് നല്ല ഉള്ളു ജ്യൂസി ആയിട്ടും നല്ല സ്പൈസി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോൾ ചിക്കൻ ലെഗ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പീസും എടുക്കാം, ബ്രസ്റ്റ് പീസും ഏത് പീസും വേണമെങ്കിലും എടുക്കാം. ഇനി അതിലേക്ക് ഒരു ലെമണിൻ്റെ നീര് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഇതിങ്ങനെ വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ലെമണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചിക്കൻ വെക്കുമ്പോൾ ചിക്കൻ്റെ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്കിപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചോട്ട് നമ്മൾ നല്ല കീറലിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിലേക്ക് മസാല എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ലിറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലെമണൊക്കെ തേച്ചിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നിറയെ പുളിയില്ലാത്ത കട്ടത്തൈര്, അഥവാ നിങ്ങൾ പുളിയുള്ള തൈര് എടുക്കുന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുളക് പൊടി യൂസ് ചെയ്യണം. അതിന് ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയും നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി മിക്സ് ആയിട്ടുള്ള പൗഡർ എടുത്തിട്ടുള്ളത് അത് 3 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ തന്തൂരി മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി എന്തായാലും ഇടണം കേട്ടോ. അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും നമുക്ക് കസൂരി മെത്തി ആഡ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് തന്നെ മതിയാകും. അതിടുമ്പോൾ കുറച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ മസാല നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലെമണും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഓൾറെഡി ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിലേക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പൗഡർ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ചിക്കനിലേക്ക് ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫ്രിഡ്ജിൽ വെച്ച ചിക്കനിലേക്ക് നല്ല രീതിയിൽ ഈ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 hour റെഫ്രിജറേറ്റ് ചെയ്യുക. ഇത് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ മിനിമം ഒരു മണിക്കൂറൊന്ന് ചിക്കൻ്റെ ഈ മസാല ഇട്ടിട്ട് മാറ്റി വെക്കാം. ഞാനിതിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 3 രീതിയിൽ കുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ എയർ ഫ്രയർ, അല്ലെങ്കിൽ അവനിൽ ചെയ്യാം, അല്ലെങ്കിൽ പാനിലും ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ എല്ലാ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് എയർ ഫ്രയറിൽ ഓട്ടോമാറ്റിക് നമുക്ക് ചിക്കൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് വരുന്നത്. നിങ്ങൾ അവനിലാണ് ചെയ്യുന്നതാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് തന്നെ എടുക്കും. അതുപോലെ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ പാന് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 45 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ്സ് ബാക്കിയുള്ള സമയത്ത് ഇതെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് കുക്കായ ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ലാസ്റ്റ് ഒരു മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ഇതെടുത്തിട്ട് മേലയിൽ കുറച്ചൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് നല്ല പുറം ഭാഗത്ത് ഒരു ഡ്രൈ ആയതുപോലെ ഉണ്ടാവില്ല, കുറച്ചൊരു മോയ്സ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ലാസ്റ്റ് 1 മിനിറ്റ് മുമ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി തന്തൂരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റുണ്ട്. നല്ല സ്പൈസിയാണ്. ഞാൻ കാശ്മീരി മുളകും മറ്റേ സ്പൈസി ആയിട്ടുള്ള മുളകും രണ്ടും മിക്സ് ചെയ്താക്കിയതുകൊണ്ട് നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. വീണ്ടും വരുന്നത് ഒരു ബൈ.